ഈ കഴിഞ്ഞ റോ എപ്പിസോഡിൽ ബ്രോക്ക് ലെസ്നറും പോൾ ഹേമാനും കൂടി റിംഗിലേക്ക് വരികയുണ്ടായി. ഹേമാൻ ആദ്യം തന്നെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി താൻ ഒരു വൈസ്മാൻ ആണ്, താൻ ഒരു ഒറാക്കിളാണ്, താൻ ബീസ്റ്റിന്റെ അഡ്വക്കേറ്റ് ആണ് എന്ന്. റസൽമേനിയയിൽ പ്രധാനമായിട്ടും രണ്ട് മെയിൻ ഇവന്റുകളാണ് നടക്കുന്നത്. ഒന്ന് വേൾഡ് ടൈറ്റിൽ മാച്ചും, രണ്ട് അണ്ടർടേക്കറിന്റെ സ്ട്രീക്കും. ഇതിൽ അണ്ടർടേക്കറിന്റെ സ്ട്രീക്ക് ആദ്യം തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ബ്രോക്ക് ലെസ്നർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രോക്കിനെതിരെ മത്സരിക്കുക എന്നുള്ളത് തന്നെയാണ് റസൽമേനിയയിലെ മറ്റൊരു മെയിൻ ഇവന്റ്. ആരായിരിക്കും ബ്രോക്കിനെതിരെ മത്സരിക്കുക എന്നുള്ളത് ചോദിച്ചപ്പോൾ ഫാൻസും മുഴുവൻ അവിടെ നിന്നും ഓബ ഓബ എന്നായിരുന്നു ചാൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഓബ ഫെമിയെ ആയിരുന്നു ഉദ്ദേശിച്ചത്. ഹെയ്മാൻ പറഞ്ഞത് തനിക്കൊരു സ്പോയിലറും പറയാനില്ല, തനിക്കൊരു പ്രഡിക്ഷനും പറയാനില്ല എന്നായിരുന്നു. ലോക്കർ റൂമിൽ ആർക്കും തന്നെ ബ്രോക്കിനെതിരെ മുൻപിൽ വന്ന് നിൽക്കാൻ പോലും ധൈര്യമില്ല. ബ്രോക്കിനെ പേടിച്ച് ആരും തന്നെ വരാനും പോകുന്നില്ല. ബ്രോക്കിനി ഒരുപാട് ഷോകളിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രോക്ക് ലെസ്നർ വരാനുള്ള ഷോകളുടെ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ കൊടുക്കുകയുണ്ടായി. ആർക്കെങ്കിലും ബ്രോക്കിന്റെ കയ്യിൽ നിന്നും തല്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ, റസൽമേനിയയിൽ മെയിൻ ഇവന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ എന്നുള്ളത് പോൾ ഹെയ്മാൻ വെല്ലുവിളിക്കുകയുണ്ടായി. അതെ, റസൽമേനിയയിലേക്കുള്ള ഒരു ഓപ്പൺ ചലഞ്ച് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആരും തന്നെ അവിടേക്ക് വന്നിട്ടില്ലായിരുന്നു. വരും ആഴ്ചകളിൽ അദ്ദേഹത്തിന്റെ എതിരാളി ആരായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ആരായിരിക്കും ബ്രോക്കിനെതിരെ വരാൻ വേണ്ടി പോകുന്നത്? ഏതെങ്കിലും സർപ്രൈസ് റിട്ടേൺ ആയിരിക്കുമോ? അല്ലെങ്കിൽ പുതിയ താരത്തിന്റെ റൈസിംഗ് മൊമെന്റ് ആയിരിക്കുമോ? അതോ ബ്രോക്കിന്റെ എക്കാലത്തെയും വലിയ ശത്രുക്കളിൽ ആരെങ്കിലും ഒരാൾ വന്നുകൊണ്ട് ബ്രോക്കിനെതിരെ ഫ്യൂഡ് വെക്കുമോ? കാത്തിരുന്ന് കാണാം.